മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിതാ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ്, ടിപ്സാണിത്. അപ്പോൾ നമ്മൾക്ക് നീളത്തിലുള്ള തുണി എങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ മാർക്കർ, പിന്നെ കൃഷ്ണ തുണി, പിന്നെ ഒരു നൂല്. ആദ്യമായിട്ട് നമ്മൾക്ക് ഈ തുണിയിലൊന്ന് ലൈൻ വരയ്ക്കണം. എത്ര വീതിക്ക് വേണോ അത്ര വീതിയിൽ ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ എത്ര നീളത്തിലുള്ള തുണി വേണമെങ്കിലും നമ്മൾക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾക്ക് മുറിച്ചെടുക്കാം. അതുകൊണ്ട് അപ്പോൾ ഞാൻ 2 ലൈൻ ഇട്ടിട്ടുണ്ട്. ഇത് ഫുള്ള് ഇതേപോലെ ലൈൻ ഇട്ടിട്ട് വരാം. ഇത് ലൈനൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ ലൈനൊക്കെ ഇട്ട് തുണി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര നീളം വേണോ അതിനനുസരിച്ചുള്ള ലെങ്ത്ത് കുറച്ചെടുത്തിട്ട് വിടുത്തെടുത്തിട്ട് തുണി എടുക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ യോജിപ്പിക്കണം. അപ്പോൾ ഇത് യോജിപ്പിക്കുന്നത് നമ്മളിങ്ങനെ എൻഡും വെച്ചിട്ടല്ല, ഇതിൻ്റെ ഫസ്റ്റ് ലൈനിൽ നമ്മൾ ഈ എഡ്ജ് വയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ എൻ്റെ ബാക്കി വരും. അപ്പോൾ 2 എഡ്ജിലും ബാക്കി വരും. ഇങ്ങനെ വേണം തുന്നിയെടുക്കുക. ഇങ്ങനെ ആദ്യം ഒന്ന് തുന്നിയെടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മേലെ കൂടി ഒരു തയ്യലും കൂടെ കൊടുക്കണം. നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ബാക്കി, ഇവിടെയും ബാക്കി. നടുക്ക് മാത്രമാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയുകയാണ്. ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. നല്ല ഇത്ര നീളത്തിൽ മുറിച്ചെടുത്തു. ഇങ്ങനെ ലൈനുമ്മ കൂടി തന്നെ മുറിക്കണം. ഇനി ബാക്കിയുള്ളതും കൂടെ നേരെ മുറിച്ചിട്ട് വരാം. അപ്പോൾ ഇത് അവസാന ഭാഗം കണ്ടില്ല, ഇത് ഇത്രയും കൂടെ മുറിക്കാനുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് ഒരേ ഒരേ വിടുത്തിലുള്ള ലെങ്തി ആയിട്ടുള്ള തുണി കിട്ടും കേട്ടോ. എത്ര പെട്ടെന്ന് നമ്മൾ മുറിച്ചെടുത്തു. ഇല്ലെങ്കിൽ നമ്മൾ ഓരോരോ പീസ് എടുത്ത് ഇത് തുന്നിയെടുത്ത് അങ്ങനെയൊക്കെ എടുക്കണം. ഇപ്പം എത്ര നല്ല ഈസി ആയിട്ടാണ് കിട്ടിയത്. ഇത്രയും നീളത്തിൽ നമുക്ക് തുണി കിട്ടി. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത്രയും നീളത്തിൽ കിട്ടിക്കണ്ട. ആദ്യം തുന്നുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ലൈന് ബാക്കി വിടുക. സൂചി കൊണ്ട് ആദ്യം തുന്നി വയ്ക്കുക, എന്നിട്ട് മെഷീനിൽ തയ്ച്ചാൽ മതി. അല്ലാതെ ഡയറക്റ്റ് മെഷീനിൽ തന്നെ തയ്ക്കാം.
തുന്നിയെടുക്കുക. ഇങ്ങനെയൊക്കെ തുന്നുമ്പോൾ ആ തുണിയുടെ കളർ തന്നെ നൂലെടുക്കണം. ഞാനിത് കാണാൻ വേണ്ടിയിട്ടാണ് വേറെ കളർ നൂലെടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ തുന്നിയെടുത്തു. ഇവിടെയും ബാക്കി, ഇവിടെയും ബാക്കി. ഇനി നമ്മൾക്ക് നൂല് കട്ട് ചെയ്യാം. ഇനി നമ്മൾക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ മറ്റൊരു തുന്നൽ കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ തുന്നിയെടുത്തു. ഇനി മറിച്ചിടാം. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് തുന്നി കൊടുക്കാം. ഇങ്ങനെ തയ്ച്ചെടുത്തു. ഇതിൻ്റെ മുകളിൽ കൂടെ മെഷീനിലൊന്ന് തയ്ച്ചാൽ മതി. അപ്പം നമ്മൾ ലൈൻ ഉള്ളിലാക്കി മടക്കിയത് കൊണ്ട് നമ്മൾക്കിതങ്ങനെ കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു കോട്ടൺ സാരി എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത്ര ഇങ്ങനെ കീറിപ്പോയിട്ടുണ്ട്. കണ്ടോ, കുറച്ച് നീളത്തിൽ തന്നെ കീറിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇത് നമ്മൾക്ക് തയ്ക്കാതെ എങ്ങനെയാണ് ഇത് നമ്മൾ കീറൽ മാറ്റിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത്. നേരത്തെ ഇവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമ്മൾക്കൊന്ന് കീറി കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തയ്ക്കാതെ എങ്ങനെന്താ ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മൾക്കിതിവിടെ ഒരു ലേസുണ്ട്. ഇത് നമ്മൾക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വളരെ നേരിയൊരു ലേസാണ്. ഇതിന് എമ്മിങ് ലേസ്, ഫാബ്രിക് ലേസ് എന്നൊക്കെ പറയും. വളരെ നേരിയത്. ഇപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾക്ക് ഉപയോഗിച്ച് നമ്മൾക്കിതിനെ അതിൻ്റെ വെട്ടിയ ഭാഗം നമ്മൾക്ക് തുന്നിയെടുക്കാം. തുന്നാന്ന് പറഞ്ഞാൽ മെഷീനിലൊന്നും തുന്നുന്നില്ല. ഇത് വെച്ചിട്ട് നമ്മൾക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾക്ക് ഇതിന് എത്ര നീളം വേണോ ആ നീളത്തിൽ നമ്മൾ ലേസ് കട്ട് ചെയ്തിടുക. അപ്പം ഞാനിതാ ഇത്രയും നീളത്തിലാണ് ലേസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾക്ക് ഈ കീറിയതിൻ്റെ മുകളിൽ ഇങ്ങനെ ലേസ് വയ്ക്കുക. മുകൾ ഭാഗത്ത് നമുക്ക് ഈ ലേസിൻ്റെ നീളത്തിൽ വേറൊരു പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പീസുണ്ട്, അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുക്കുന്നു. അല്ലെങ്കിൽ അതിന് മാച്ചാകുന്ന കുറച്ച് കളർ, ലൈറ്റ് കളറോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. കീറിയത് ഇവിടെ ഉണ്ട്. എന്താ ഇത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ നല്ല ഭാഗം ഇങ്ങനെ വെളിയിൽ വരണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇസ്തിരിപ്പെട്ടി ചൂടാക്കിയിട്ട് നല്ലോണം ഒന്ന് ഐറൺ ചെയ്ത് കൊടുക്കണം. ഇത് തുണിയുടെ നല്ല ഭാഗം. ഇസ്തിരിപ്പെട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പം നമുക്ക് തുണി ഒന്ന് എടുത്ത് നോക്കാം. കണ്ടോ, ഇപ്പം കീറിയത് അറിയാനേ ഇല്ല. കണ്ടോ, വലിച്ചു നോക്കിയ ഇത് ഉൾഭാഗം വരണം. ഇത് നല്ല ഭാഗം. ഒരേ കളർ തുണി എടുത്തത് കൊണ്ട് തീരെ അറിയുന്നില്ല. ചില ഈ ലൈറ്റായിട്ടൊരു ലൈൻ മാത്രമാണ്. വലിച്ചാലൊന്നും വരില്ല. ഇതിങ്ങനെ തുണി വയ്ക്കുമ്പോൾ നല്ല അടുപ്പിച്ച് വയ്ക്കണം. ഇനി നമ്മൾക്കിത്
നമ്മൾ സാരിയിൽ നിന്ന് ചെയ്ത് നോക്കാം. അത് ഇങ്ങനെയുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലോണം അടുപ്പിച്ച് വയ്ക്കണം. ഇനി നമ്മൾക്ക് ഇതേ നീളത്തിൽ ലേസ് കട്ട് ചെയ്തെടുക്കാം. ഇത് സാരീൻ്റെ ഉൾഭാഗമാണ്, പുറമെ ഇങ്ങനെയാണ്. ലേസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം അടുപ്പിച്ച് വയ്ക്കണം. അപ്പോൾ ഞാനിതാ ഇതിന് ഏകദേശം മാച്ചാവുന്ന മാതിരിയുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ ഭാഗത്തിൽ ഡാർക്കാണ്. അപ്പോൾ നമ്മൾ സാരി മേൽ വയ്ക്കുന്നത് അടിഭാഗമാണ്. അപ്പോൾ നമുക്ക് ലേസിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. തുണിയുടെ ഉൾഭാഗത്താണ് ലേസും വേറെ പീസും ഒക്കെ വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ ബാക്കി വരുന്ന തുണികളൊക്കെ നമുക്ക് പിന്നീട് വെട്ടിക്കളയാം. നമ്മൾക്ക് ഇതൊന്ന് സ്ഥിരിട്ട് കൊടുക്കാം. കണ്ടോ, ഈ തുണി ഇതിൽ നല്ല ഒട്ടിയിരിക്കുന്നു. കണ്ടോ, ഇത് നമ്മൾ കീറിയതാണെന്ന് അറിയുകയില്ല. കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ലേസ് വയ്ക്കുമ്പോൾ നല്ലോണം അടുത്തടുത്ത് വയ്ക്കണം കീറിയ ഭാഗങ്ങൾ. സാരി നമ്മളിങ്ങനെ ചെയ്തെന്ന് തോന്നില്ല. ഉണ്ട്. അതുകൊണ്ടല്ല ഈ വീഡിയോ അങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഇങ്ങനെ തുണികളൊക്കെ കീറി കഴിഞ്ഞാൽ ഇങ്ങനെ തയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ടേപ്പ് വാങ്ങിച്ച് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇവിടെ ലൈറ്റായിട്ട് അടിയിൽ വെച്ച് തുണിയത് കണ്ട് ഒരേ കളറായതുകൊണ്ട് തീരെ അറിയുന്നില്ല. അപ്പം ശരിക്ക് നമ്മൾ തുണി അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കണം. അല്ലേ? ഇത് അലക്കിയാലൊന്നും പോകുന്നില്ല കേട്ടോ. ഈ 2 ടിപ്സും എല്ലാവർക്കും നല്ല ഉപകാരപ്രദമായ ടിപ്സാണ്. ദൂരത്ത് നിന്ന് നോക്കിയാലൊന്നും അറിയുന്നില്ല. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. പിന്നെ ലൈക്കും ഹൈപ്പും ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇങ്ങനെ അടിയിൽ വയ്ക്കുന്ന തുണി എടുക്കുമ്പോൾ ആ ലേസിന് എത്ര വീതിയുണ്ടോ അത്രയും വീതിയിലെടുത്താൽ നമുക്ക് മുറിക്കാനൊന്നും ഉണ്ടാവില്ല. ഇത് അധികമൊന്നുമില്ല, അങ്ങനെ എടുക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടെ അമർത്തണം. പിന്നീട് വരുന്ന ആളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബായ്.